ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ ഒരു വീട്ടിൽ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ കുറേ ഗുണ്ടകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന ഒരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഗുണ്ടകളുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി വർഷയോട് സംസാരിക്കുന്നുണ്ട്. എന്നെ ഇവർ തട്ടിക്കൊണ്ടു വന്നിരിക്കുവാണ്, എങ്ങനെയെങ്കിലും മംഗലാപുരത്ത് കൊണ്ടുപോയി വിൽക്കാനാണ് ഇവരുടെ പ്ലാൻ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വർഷയോട് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ വർഷയ്ക്ക് ആ കുട്ടിയെ അവിടെ തനിച്ചാക്കിയിട്ട് വരാനും തോന്നുന്നില്ല. എന്നാൽ തനിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വർഷയ്ക്ക് ബോധ്യമാവുന്നുണ്ട്. കാരണം അവിടെ 3-4 ഗുണ്ടകളുണ്ട്. വർഷയ്ക്ക് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായ വർഷ കൂട്ടുകാരികളെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കാര്യം അറിയുന്ന ശിവനന്ദയും അഭിരാമിയും അഞ്ജു എല്ലാവരും പറയുന്നുണ്ട്, നമുക്ക് തനിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടൊരു ആൺതുണയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് തന്നെ നമുക്ക് വിവേകിനെയും കൂടെ കൂട്ടിന് വിളിക്കാമെന്ന് പറയുമ്പം വർഷയ്ക്കാണെങ്കിൽ ഒരു കാരണവശാലും വിവേകിനെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്നാൽ ഇവരുടെ നിർബന്ധവും അവിടുത്തെ സാഹചര്യവും മനസ്സിലാക്കി വർഷ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വിവേകിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. കാര്യം അറിഞ്ഞ വിവേക് ഉടനെ തന്നെ വർഷയെ സഹായിക്കാനായിട്ട് ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ വർഷയും അഞ്ജു, അഭിരാമിയും ശിവനന്ദയും വിവേകും എല്ലാവരും കൂടി ചേർന്ന് ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ശിവനന്ദയാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. NGK മീഡിയയിലൂടെ ലൈവായിട്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വിവേക് ചെന്ന് ഗുണ്ടകളെയെല്ലാം നല്ലതുപോലെ ഇടിച്ച് ശരിയാക്കുന്നുണ്ട്. വിവേകിനെ സഹായിക്കാനായിട്ട് അഞ്ജു, അഭിരാമിയും വർഷയും ചേർന്ന് അവരെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ അടിക്കിടയിലാണെങ്കിൽ വർഷ തള്ളി വീഴുന്നുണ്ട്. അങ്ങനെ വർഷയുടെ കൈയിന് സാരമായി പരിക്ക് പറ്റുന്നുണ്ട്. അവരാ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പോലീസിനെ അറിയിച്ചിരുന്നു വസുന്ധരയുടെ നിർദ്ദേശപ്രകാരം. കാരണം അങ്ങനെ ഒരു വീട്ടിൽ പോയി പ്രശ്നമുണ്ടാകുമ്പോൾ വാദി പ്രതിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പേ എല്ലാ കാര്യങ്ങളും പോലീസിൽ അറിയിക്കണമെന്ന് വസുന്ധര മുന്നേ തന്നെ വർഷയ്ക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പോലീസിലെ അറിയിച്ചതുകൊണ്ട് തന്നെ പോലീസ് തക്ക സമയത്ത് വന്ന് എല്ലാ ഗുണ്ടകളെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൂട്ടത്തിൽ ഇവർ സ്റ്റേഷനിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം പോലീസിന് വിവരം നൽകുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിക്ക് ഒരുപാട് ശാരീരിക പീഡനം നടന്നിട്ടുണ്ട്, തക്ക സമയത്ത് നിങ്ങൾ രക്ഷിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. NGK മീഡിയയിലൂടെ ലൈവായിട്ട് തന്നെ വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് വസുന്ധര ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പം വർഷ വീഴുന്നതും വർഷയുടെ കൈക്ക് ഉണ്ടാവുന്ന പരിക്കും എല്ലാം കണ്ടിട്ട് വസുന്ധര വീട്ടിലിരുന്ന് വല്ലാണ്ട് വിഷമിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വർഷയുടെ ഇടപെടൽ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ വസുന്ധരയ്ക്ക് വർഷയോടുള്ള സ്നേഹം ഇരട്ടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കേൾക്കാതെ തന്നെ പറയുന്നുണ്ട്, മോൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ ആ ദുഷ്ടന്മാർ കൊണ്ടുപോയി മംഗലാപുരത്ത് കൊണ്ടുപോയി വിറ്റാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസുന്ധര വല്ലാണ്ട് ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസുന്ധര പറയുകയും ചെയ്യുന്നുണ്ട്. ഈ അടിയിലാണെങ്കിൽ വർഷയുടെ കൈ ഒടിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് വസുന്ധര വർഷയെ വയനാട്ടിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഞാൻ സുരക്ഷിതമായി വയനാട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവനന്ദ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങളും കൂടി വരാം വയനാട്ടിലേക്കെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട്, വേണ്ട നിങ്ങളൊന്നും വരണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വസുന്ധരയും പറയുന്നുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് വയനാട്ടിൽ പോയിട്ട് വരാൻ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് വയനാട്ടിൽ പോകുന്നതെന്ന് അറിയാനായി എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.